ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ട്രാവൽ വ്ലോഗ് ആയിട്ടാണ് വന്നേക്കണേ കേട്ടോ. നമ്മൾ ഇന്ന് പോയത് എവിടേക്കാന്ന് വെച്ചാല് നമ്മുടെ തൃപ്പൂണിത്തുറയിലുള്ള ഹിൽ പാലസിലോട്ടാണ് പോയത് കേട്ടോ. അപ്പൊ നമുക്ക് ഹിൽ പാലസിലെ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ ഹിൽ പാലസിലേക്ക് കയറി. ആദ്യം തന്നെ നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 50 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരാൾക്ക്. പിന്നെ നമുക്ക് അവർ ചോദിക്കും ഫോണിൽ ഫോട്ടോസ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 10 രൂപയും കൂടി എക്സ്ട്രാ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോ അതും കൂടി അവർ അതിനകത്ത് ചാർജ് ചെയ്യും. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ വീഡിയോസ് ഒന്നും അലൗഡ് അല്ല. ഇവിടെയൊക്കെ നമുക്ക് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കാം. പക്ഷെ അതിന്റെ ഉള്ളിൽ പാലസിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല, ഫോട്ടോസ് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. പിന്നെ നമുക്ക് പാർക്കിംഗ് ഫീയും വരുന്നുണ്ട്. അവിടെ പാർക്കിംഗ് ഏരിയ, ഒരുപാട് പാർക്കിംഗ് ഏരിയാസ് ഉണ്ട്. അപ്പൊ നമുക്ക് പാർക്കിംഗ് ഫീയും വരുന്നുണ്ട്. സാധാരണ സ്ഥലത്തൊക്കെ പോലെ തന്നെ 10 രൂപ ടൂ വീലറിനും പിന്നെ 30 രൂപ ഫോർ വീലർ, ആ ഒരു റേറ്റിലൊക്കെ തന്നെയാണ് ഇവിടെയും പാർക്കിംഗ് ഒക്കെ വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ നടന്നു പോവാണ് കേട്ടോ. നമ്മളിപ്പോ ടിക്കറ്റ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാലസിന്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് നടന്നു പോവാണ്. പാലസിന്റെ അകത്തോട്ട് പോകാനായിട്ട് ഒരുപാട് നടക്കണം കേട്ടോ. അവിടുന്ന് നമ്മുടെ ഗേറ്റിന്റെ അവിടുന്ന് കുറേ വഴിയുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ ഏക്കർ ഉണ്ട്, വലിയൊരു പാലസാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ നടന്ന് പോവാണ്. പിന്നെ കണ്ടോ, അത്യാവശ്യം നമ്മൾ ഹോളിഡേ ആണ് പോയത്. അപ്പോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടാ. അങ്ങനെ നമ്മൾ നടന്നു പോവാണ് കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഇവിടെയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കാണാനായിട്ട്. അപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പാലസിന്റെ ഉള്ളിൽ കയറി ചെന്നാൽ അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിരിക്കുമല്ലോ അല്ലെ. അപ്പോ ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോ രണ്ടാമത്തെ വട്ടമാണ് ഞാൻ വരുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് വട്ടമൊന്നും വന്നിട്ടില്ല. അപ്പോ നമ്മൾ നടക്കുവാണ്. അപ്പോ ഈ കണ്ടോ, കേറുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിങ്ങനെ ഇതിലൊക്കെ വഴികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അപ്പുറത്തു കൂടെയും വരാം, ഇതിൽ കൂടെയും വരാം, രണ്ട് സൈഡിൽ കൂടി വരാം. അപ്പൊ നമ്മൾ കുറച്ച് ഇങ്ങനെ സ്റ്റെപ്പ്, കുറച്ച് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ, അങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. അപ്പൊ അതുകൊണ്ട് തന്നെ ടൂ വീലറുകൾ അല്ല ഫോർ വീലറുകളൊക്കെ അതിൽ കൂടി തന്നെ ഇങ്ങനെ കയറ്റി ഇടുന്നുണ്ട്. പിന്നെ നല്ല തിരക്കുള്ള ദിവസം ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങോട്ട് മേളിലേക്കൊക്കെ വണ്ടി കയറ്റി വിടുന്നതും. വണ്ടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളങ്ങനെ നടന്ന് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി വന്നപ്പോ തന്നെ നമ്മൾ അവിടെ ഒരു കുളം കണ്ടു. അപ്പൊ നമുക്ക് വിചാരിച്ചു നമുക്ക് കുളം ഒന്ന് കണ്ടിട്ട് മേലോട്ട് കയറി പോവാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുളം കാണാൻ വേണ്ടി വന്നേക്കോട്ടോ. ഇതൊക്കെ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ കുളിച്ചിട്ടുള്ള കുളമായിരിക്കും അല്ലെ. അങ്ങനെ നമ്മൾ കുളത്തിന്റെ അവിടെ കുറച്ചു നേരം നിന്ന്, അപ്പൊ അത് നിങ്ങളെ കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കുളത്തിന്റെ അവിടെ കുറച്ചു നേരമൊക്കെ നിക്കുവാണ് കേട്ടോ. അങ്ങനെ കുളത്തിന്റെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോ കണ്ടോ, അവിടെ ഇങ്ങനെ മരങ്ങളും പണ്ടത്തെ ആ ഒരു ഫീല് നമുക്ക് ശരിക്കും അവിടെ ചെല്ലുമ്പോ കിട്ടും കേട്ടോ. പണ്ടത്തെ ഒരു എന്താ പറയാ, കൊട്ടാരത്തിലോട്ട് പോയ ഒരു ഫീല് കിട്ടും. പിന്നെ ഇതൊരു മ്യൂസിയം കൂടിയാണല്ലോ. അപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റുകാരോടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് താങ്ക്ഫുൾ ആണ്. ഇതൊക്കെ ഇപ്പോഴും അത്രയും മൂല്യത്തോടു കൂടി തന്നെ സൂക്ഷിച്ചു വെക്കുന്നത്, സംരക്ഷിക്കുന്നതൊക്കെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാനും അതൊക്കെ കാണാനും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ നോക്കി ഇവിടേക്ക് എന്ത് നീറ്റായിട്ട് കിടക്കണേന്ന് നോക്കി. അപ്പൊ ഇതൊക്കെ ഈ ഒരു പാലസ് ഇപ്പോഴും ടൂറിസ്റ്റ് പ്ലേസ് ആണ്, എന്നാലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അടിച്ച് ക്ലീൻ ചെയ്തൊക്കെ ഇടുന്നവരെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണല്ലോ. അതൊക്കെ നമ്മുടെ ഗവൺമെന്റ് ആയാലും ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് അധികം സ്റ്റെപ്പുകൾ കയറാനുണ്ട് കേട്ടോ. നമുക്ക് അധികം, പക്ഷെ ഇങ്ങനെ കുറച്ച് ഏരിയ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അധികം ക്ഷീണിക്കില്ല. പിന്നെ ഞങ്ങൾ വേറെ ഒരു റൂട്ട് പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ടയേർഡാണ്. പിന്നെ കുറച്ചെന്നല്ല നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മൾ പോയത് ശരിക്കും പറഞ്ഞ ഒരു ഉച്ച സമയത്താണ്. ഉച്ച സമയം 2 മണി 3 മണി സമയത്താണ് നമ്മൾ പോയത് കേട്ടോ. അപ്പൊ പോയിട്ട് വരുന്ന വഴിയാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ 12 മണി വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 മണിക്ക് ഓപ്പൺ ചെയ്യുള്ളൂ. 2 മണി ടു 5:30 വരെ, 5 മണി വരെ, അങ്ങനെയാണ് ഇവിടെ ടൈം വരുന്നത്. പിന്നെ നല്ല വെയിലുള്ള ഒരു ദിവസം കൂടി ആയിരുന്നു. കുറെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വെയിലത്താണ് നടന്ന് പോണേ. അങ്ങനെ എന്നാലും ഒരുപാട് ടയേർഡ് ആയൊന്നുമില്ല കേട്ടോ. ശരിക്കും ഇവിടുത്തെ ബ്യൂട്ടി ഒക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര ഹാപ്പിനെസ് ആണ്. ശരിക്കും എത്ര ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ ഒരു ഏരിയ. കണ്ടോ, നിറച്ച് ചെടികള് മരങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും അവർ അതിനെ സംരക്ഷിച്ച് പോരുവാണെന്നുള്ളതാണ്. ഏറ്റവും മുകളിൽ ചെന്നിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യൂ അത് അടിപൊളിയായിരുന്നു. കണ്ട കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നു. അതേപോലെ തന്നെ
നല്ലൊരു രസം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാലസിന്റെ മുകളിൽ ചെന്നിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അത്. അങ്ങനെ നമ്മള് പാലസിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ടിക്കറ്റ് അവിടെ കാണിക്കണം. നല്ല അത്യാവശ്യം കുറേ സ്റ്റാഫുകൾ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഒരുപാട് പേർക്ക് ജോലി കൂടിയാണ് ഇവിടെ അല്ലെ. അങ്ങനെ നമ്മൾ കയറി ചെല്ലുന്ന ഫസ്റ്റത്തെ സ്ഥലമാണ് കേട്ടോ ഇത്. ഫസ്റ്റ് ഈ പ്രതിമ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്നാലും ഞാൻ പറയാം. നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയില് ഇന്നസെന്റ് കൊട കൊളത്തിയിടുന്ന ആ ഒരു പ്രതിമ ആണ് അത്. അതിപ്പോഴും അതുപോലെ തന്നെ അവിടെ ഉണ്ട്. അങ്ങനെ നമ്മള് അതിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സ്റ്റെപ്പ് കയറി, രണ്ട് സൈഡിൽ കൂടി സ്റ്റെപ്പാണ്. നമ്മുടെ മണിച്ചിത്രത്താഴ് മൂവിൽ കാണുന്ന അതേ ഒരു വ്യൂ തന്നെ കേട്ടോ. ആ സ്റ്റെപ്പ് കയറി നമ്മൾ ചെല്ലുമ്പോ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ അത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ മെയിൻ ആയിട്ട് നമുക്ക് കാണാനുള്ളത് മ്യൂസിയം ആയിട്ടാണ്. പഴയ ആർക്കിയോളജി കാര്യങ്ങളൊക്കെയാണ്, കാഞ്ചി ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാനുണ്ട് കണ്ടോ. ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു ടൈല് കാണുമ്പോൾ തന്നെ നമുക്ക് മറ്റേ മണിച്ചിത്രത്താഴ് മൂവി ഓർമ്മ വരും അല്ലെ. അങ്ങനെ നമ്മള് പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിൽ കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോട്ടോ ആയിട്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറുതായിട്ടൊക്കെ നൈസായിട്ടൊക്കെ പെട്ടെന്ന് ഒരു വീഡിയോ പോലെ എടുത്ത ക്ലിപ്പുകളും ആണ് ഇവിടെ പിന്നെയും കുറച്ചും കൂടി നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ആർക്കിയോളജി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും കേട്ടോ ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട്. ഫോട്ടോസ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. ഫോട്ടോസ് ഒക്കെ ചില റൂമുകളിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. നമുക്ക് കണ്ട് മനസ്സിലാക്കാനും അതിന്റെ ഹിസ്റ്ററി അറിയാനും ഒക്കെ ആയിട്ട് ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഒരുപാട് വസ്തുക്കളായിട്ടും പഴയ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് കണ്ടോ സ്റ്റെപ്പ് കുറേ സ്ഥലങ്ങൾ, കുറേ മുറികളൊക്കെ, ഇതിനകത്ത് ഒരുപാട് മുറികളുണ്ട്. കുറേ മുറികളൊക്കെ ഇങ്ങനെ അടച്ചിട്ടേക്കുവാണ്. കുറച്ച് മുറികളിലൊക്കെ ആയിട്ട്, കുറച്ചല്ല കുറെ തുറന്നു വെച്ചിരിക്കുന്ന മുറികളിലൊക്കെ ആയിട്ട് ഇതേപോലെ നമുക്ക് കാണാനുള്ള പഴയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആരോസ് ഇട്ട് ലൊക്കേഷൻസ് അവരിങ്ങനെ കാണിച്ച് നമ്മളിങ്ങനെ റൂട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരും. അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ശരിക്കും വഴി തെറ്റിപ്പോവും. അത്രയും ഏരിയ ഇതിന്റെ അകത്തുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം കുറച്ച് ഇങ്ങനെയുള്ള ഫോട്ടോസുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒന്നും നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പൊ നമ്മൾ എടുത്ത ഫോട്ടോസ് ഇങ്ങനെ ഇവിടെ ആഡ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെയുള്ള പഴയ തമ്പുരാക്കന്മാരുടെ ഫോട്ടോസ്, അതിന്റെ പ്രത്യേകതകൾ അതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി അവിടെ വെച്ചിരിക്കണതാണ്. പിന്നെ അതിന്റെ ഉള്ളിൽ ഒരുപാട് വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒന്നും ഫോട്ടോ ഒന്നും നമ്മൾ എടുത്തില്ല കണ്ടോ. ഇതുപോലുള്ള വസ്തുക്കളുണ്ട്. പണ്ടത്തെ ആമാടപ്പെട്ടികള്, പണ്ടത്തെ ആഭരണങ്ങള്, പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കിരീടങ്ങള്, അതുപോലെ തന്നെ അവർ ഉപയോഗിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമുക്ക് ഇങ്ങനെ കാണാനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് കൊട്ടാരം നമ്മൾ ശരിക്കും കണക്റ്റഡ് ആണ്. ഇത് ഫുള്ള് ഇങ്ങനെ കുറെ ബിൽഡിങ്സ് ഇങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പൊ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ചിലപ്പോൾ അടുത്ത ബിൽഡിങ്ങിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പൊ ഒരു ബിൽഡിങ്ങിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ബിൽഡിങ്ങിലേക്ക് പോകും. അവിടെ ഒരുപാട് കാണാനുണ്ട്. അങ്ങനെ നമുക്ക് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ നമുക്ക് കുറെ നല്ല സ്പെഷ്യാലിറ്റി ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ചൊക്കെ തരും കേട്ടോ. കുറെ അവിടെ ഇങ്ങനെ ഫോട്ടോസ് ആയിട്ട് വെച്ചിട്ടുണ്ട്, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് മാത്രമാണ് ഇങ്ങനെ ഫോട്ടോസ്, ജസ്റ്റ് എടുത്ത ഫോട്ടോസ് ആണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. നമ്മൾ അതൊക്കെ ശരിക്കും നമ്മൾ ചില കാര്യങ്ങളൊക്കെ കണ്ട ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മൾ ഫോട്ടോ പോലും എടുത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ കണ്ടോ ഇത് തോറ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ വണ്ടികളാണ് കേട്ടോ. പണ്ടത്തെ രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന വണ്ടികളാണിത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലോട്ട് ഉണ്ടല്ലോ, ഇതിന്റെ അകത്തുള്ള സീറ്റിംഗ് ഒക്കെ കാണാം. എന്ത് അടിപൊളി സീറ്റാണെന്ന് അറിയാമോ. ശരിക്കും കുതിരവണ്ടിയാണ് ഇത്. കുതിരയൊക്കെയാണ് ഇത് വലിച്ചുകൊണ്ട് പോവുക. കുതിര അല്ലെങ്കിൽ കാള ആണ് ഇത് ഓടിക്കുന്നത്. അപ്പം അതിന്റെ സീറ്റിംഗ് ഒക്കെ കുഷ്യനാണ്. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ അവിടുത്തെ ഒരു ശിക്ഷാ നടപടിയാണ് കുറച്ചു മുമ്പ് കണ്ടത്. ഒരു ഇങ്ങനെ ആളുടെ രൂപത്തിൽ അതിനുള്ളിൽ ആളെ ഇട്ടിട്ട് തൂക്കിയിട. ആള് കിളികള് പക്ഷികളൊക്കെ വന്ന് കൊത്തി പറിച്ച് അങ്ങനെ ആള് മരിക്കും. അങ്ങനത്തെ ഒരു ശിക്ഷ കൊടുക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഇതാണ് സാമ്പിളാണ് അവിടെ കണ്ടത്. പിന്നെ നമ്മുടെ പ്രശസ്തമായ നമ്മുടെ കേരളത്തിലെ പണ്ടത്തെ അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ വടക്കുന്ന, അതേപോലെ തന്നെ പ്രശസ്തമായ അമ്പലങ്ങളുടെയൊക്കെ ഒരു ഇതുകള് രൂപരേഖ പോലെ ഒരു എന്താ പറയാ ഒരു ഇത് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി അടുത്ത ബിൽഡിങ്ങിലോട്ട് ഇതേപോലെ കയറി പോകണം. അവിടെയും ഇതുപോലെ കുറെ കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ സ്വർണത്തിന്റെ ആഭരണങ്ങള്, കിരീടങ്ങള്, സ്വർണ്ണ കൊടമൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 250 കിലോ ഒക്കെ വരുന്ന
കുടങ്ങള്, പിന്നെ വലിയ കിരീടങ്ങള്, രത്നങ്ങൾ, അങ്ങനെ ഒരുപാട് വിലപിടിപ്പുള്ള കാര്യങ്ങൾ ഉണ്ട്. അതേപോലെ തന്നെ ശരിക്കും വിലപിടിപ്പ് എന്ന് പറയുമ്പോ ശരിക്കും വെള്ളപ്പിടിപ്പ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സ്വർണത്തിന്റെയും അങ്ങനത്തെ മാത്രമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ പഴയ കാര്യങ്ങളൊക്കെ ഇത് ഇത്രയും മൂല്യത്തോടുകൂടി സംരക്ഷിക്കുന്നതൊക്കെ വലിയൊരു കാര്യമാണല്ലേ. അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് ബാക്കി വെച്ചിട്ട് പോയ കുറെ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഇത്രയും പഴക്കം, എത്ര വർഷത്തെ പഴക്കമുള്ളതാണ്. അപ്പൊ അത്രയും പഴക്കം ഉള്ള സാധനങ്ങൾ വരെ അതിനെ നമ്മൾ അത്രയും വിലമതിക്കാനാവാത്തതായിട്ട് തന്നെ നമ്മൾ കാണുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് അടുത്ത ഏരിയയിലോട്ട് പോകാൻ പോവാണ് കേട്ടോ. അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ മണിച്ചിത്രത്താഴ് മൂവിയിലെ നമുക്ക് ഈ ഒരു സ്ഥലം കാണുമ്പോൾ എല്ലാവർക്കും ആ ഒരു മൂവി ഓർമ്മ വരും. ഇതിന്റെ ഉള്ളില് കൊട്ടാരം കണ്ടപ്പോൾ എല്ലാവർക്കും ഓർമ്മ വന്നിട്ടുണ്ടാവും. എന്നാൽ ഈ ഒരു സീൻ കാണുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് പിടിയിട്ടും ഏതാന്ന് വെച്ചാൽ നമ്മുടെ കിണ്ടി എന്നുള്ള ആ ഒരു ഇത്. അപ്പോ മോഹൻലാലും സുധീഷൊക്കെ കൂടി കുളിക്കാൻ പോകുന്ന ആ ഒരു കുളത്തിന്റെ കടവിലേക്കാണ് നമ്മൾ പോകാൻ പോണേ കേട്ടോ. അപ്പൊ ആ കടയിലേക്ക് പോകുന്ന ഈ വഴിയാണ്. ഈ വഴിയൊക്കെ കറക്റ്റ് ആയിട്ട് ആ മൂവിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോ കിണ്ടി എന്നുള്ള ആ ഒരു സീനാണ് നമുക്ക് മെയിൻ ആയിട്ട് ഓർമ്മ. കിണ്ടിയുടെ ആ സീൻ അല്ലെങ്കിലും മറ്റേ എന്താ പറയാ, മോഹൻലാൽ കിണ്ടി എന്ന് പറഞ്ഞ സുധീഷിനെ കളയാക്കിയിട്ട് കുളിക്കാൻ പോകുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ, അത്. അപ്പൊ അങ്ങനെ നമ്മള് കുളത്തിന്റെ അവിടേക്ക് പോവാൻ പോവാണ് കേട്ടോ. അപ്പൊ കുളക്കടയിലേക്ക് പോകുമ്പോൾ തന്നെ കണ്ടു ഇപ്പുറത്തെ സൈഡിൽ നല്ലൊരു കാട് പോലത്തെ ഏരിയ ആണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു കാവ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ കുളക്കടയിലോട്ട് കുറെ ദൂരം ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ കുളക്കടയിലോട്ട് പോകുന്ന വഴിയും ഇതേപോലെ തന്നെ ചെറിയ ചെറിയ വീട് പോലുള്ള സ്ഥലങ്ങള്. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പണ്ടത്തെ ആൾക്കാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്നു. പണ്ടത്തെ എന്നൊക്കെ പറയുമ്പോൾ വലിയ കൂട്ടുകുടുംബങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ എല്ലാ രാജാക്കന്മാരുടെ മക്കള്, അവരുടെ അങ്ങനെ കുറെ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ എല്ലാവരും താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഏരിയ ആയിരിക്കും. ഓരോ ഫാമിലി ഓരോരോ വീടുകളിൽ അങ്ങനെയൊക്കെ ആയിരിക്കും താമസിച്ചിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലവും കൂടി ആയിരിക്കും ഇത് കേട്ടോ. അപ്പൊ ഇത്രയും വലിയൊരു കൊട്ടാരത്തിൽ എത്ര ആൾക്കാരുണ്ടാവും അല്ലേ. അങ്ങനെ ഇങ്ങോട്ട് കുളക്കടയിലോട്ട് പോകുന്നതിന്റെ സൈഡിലായിട്ട് ഇതേപോലുള്ള ചെറിയ ചെറിയ വീടുകൾ, ചെറുതല്ല ഇങ്ങനെ വീടുകൾ പോലത്തെ ഏരിയാസ് ഒക്കെ ഉണ്ട്. അതിന്റെ ഉള്ളിലും കുറെ മുറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ അതിന്റെ ഉള്ളിലും കുറെ അവിടെ കണ്ടതുപോലെ തന്നെ പൈതൃകം ഇതായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. ആലവട്ടം, വെഞ്ചാമരം, മറ്റേ നെറ്റിപ്പട്ടം, പിന്നെ കണ്ണാടികള്, പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന കുറെ സാധനങ്ങളൊക്കെ അവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങളായാലും അങ്ങനെയൊക്കെ കുറെ അതിന്റെ ഉള്ളിലും കാണാനുണ്ട്. പിന്നെ കണ്ടോ ഇതുപോലെ കുറെ ചെറിയ ചെറിയ ഇങ്ങനെ കെട്ടിടങ്ങൾ, എന്താ പറയാ അതിന്, കെട്ടിടങ്ങൾ അവിടെ ആ ഭാഗത്തായിട്ടും ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഫ്രണ്ടിലൊക്കെ പണ്ടത്തെ പോസ്റ്റ് കണ്ടോ, അന്നത്തെ പോസ്റ്റ് ആയിരിക്കും അതൊക്കെ. അന്ന് കറണ്ടൊക്കെ ഉണ്ടോ? അന്ന് കറണ്ടൊന്നുമില്ല, എന്നാലും പഴയ ഒരു നല്ല പഴക്കമുള്ള പോസ്റ്റ് ആണത്. പിന്നെ തന്നെ വലിയൊരു ചെമ്പ് വാർപ്പ്, പിന്നെ മാവാണെന്നൊന്നും അറിയില്ല, ഒരു മരണ്ട്, പിന്നെ കുറെ ചെടികളുണ്ട്, കുറെ മിറ്റങ്ങള്. പണ്ടത്തെ കുട്ടികളൊക്കെ ഓടിക്കളിക്കാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെയൊക്കെ. ഇന്നൊക്കെയാണല്ലോ ഫ്ലാറ്റ് ജീവിതം അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നത്. പണ്ടൊക്കെ ഓടിക്കളിക്കാനും പറമ്പിലും പാടത്തും തൊടിയിലൊക്കെ നടക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ നമ്മള് കുളത്തിന്റെ അവിടേക്ക് എത്തിയിട്ട് കുളക്കടയിലേക്ക് എത്തി, നടന്ന് അതൊക്കെ കണ്ട് ഇതാണ് നമ്മുടെ സുധീഷും മോഹൻലാലും കൂടി ആ കുളിച്ച് കയറി വരുന്ന. അപ്പൊ സുധീഷ് കരയുന്ന ഒരു സീൻ ഉണ്ടല്ലോ, എന്റെ ചേച്ചിക്ക് പ്രാന്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ആ ഒരു സീനാണ് എനിക്ക് ഇവിടെ നിന്നപ്പോ ഓർമ്മ വന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല, ഇവിടെ ലോക്ക്ഡാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്നാലും ഇതുപോലത്തെ 2-3 കടകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ, എല്ലാം ലോക്ക്ഡാണ്. അപ്പൊ നമ്മള് അവിടെ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. അങ്ങനെ നമ്മള് തിരിച്ച് കയറി പോരാണ് കേട്ടോ. തിരിച്ച് കയറി പോരുന്ന അവിടെ തന്നെയായിട്ട് ഒരു അമ്പലം പോലത്തെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു ശ്രീകോവില്. അപ്പൊ പണ്ടത്തെ അവരുടെ ദൈവങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരിക്കും അത്. അപ്പൊ കുളി കഴിഞ്ഞിട്ട് നേരെ ശുദ്ധിയായിട്ട് വന്നിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരിക്കും അങ്ങോട്ടേക്കൊക്കെ പോകുന്നത്. അപ്പൊ അങ്ങനെ അവിടെ നമുക്ക് ഇരിക്കാം കേട്ടോ. അവിടെ ഇരുന്നപ്പോ തന്നെ നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് അവിടെ കേട്ടോ. കൂട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പൊ, എന്നാലും നമുക്ക് അവിടെയൊക്കെ കുറെ നേരം ഇരിക്കാം. ഞാൻ അവിടെ കുറെ നേരമൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഏരിയയിലോട്ട് പോവാണ് കേട്ടോ. അതിന്റെ സൈഡിൽ കൂടെ തന്നെ വേറൊരു ഏരിയയിലോട്ട് പോകാൻ പറ്റും. അവിടെ പഠിപ്പുരയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ പഠിപ്പുരയൊക്കെ കടന്ന് നമ്മൾ അടുത്തൊരു ഏരിയയിലോട്ടാണ് പോണത് കേട്ടോ. ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഏരിയ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ നേരം നടന്ന് കാണാനുള്ള ഒരു ഏരിയ ഇവിടെ ഉണ്ട്. തന്നെ എന്താ പറയാ,
കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഈ പൈതൃകമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യാനും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ കുറെ നടന്ന് പോയപ്പോ ഈ ആന്റിക് അല്ലെങ്കിൽ ആർക്കിയോളജീനൊക്കെ അതുകൂടാതെ തന്നെ ഇവിടെ വേറൊരു ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ മൃഗങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളെ കാണാനാണ് കേട്ടോ. മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ കുറെ മൃഗങ്ങളൊന്നുമില്ല, കുറെ മാൻകുട്ടികള്, മാനാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള. മാന വളർത്തുന്ന ഒരു സ്ഥലമുണ്ട് ഇതിന്റെ സൈഡിലായിട്ട്. അപ്പൊ അവിടേക്കാണ് നമ്മൾ പോണത്. അവിടെ എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ മാനുകളെയൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടെ വളർത്തുന്നത് കേട്ടോ. അത് കുറെ ഏരിയ അവരിങ്ങനെ അഴിച്ചിട്ടിരിക്കുവാണ്. ശരിക്കും സാധാരണ നമ്മൾ സൂവിലൊക്കെ പോയി കഴിഞ്ഞാല് മാനുകൾക്കൊന്നും ഫീഡ് ചെയ്യാൻ അല്ലെങ്കിൽ മൃഗങ്ങൾക്കൊന്നും ഫീഡ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. ഇവിടെ നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റൂ കേട്ടോ. എല്ലാവരും മാനിന് പുല്ലൊക്കെ പറിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരാണെങ്കിലും സാധാരണ ചില സൂവിലൊക്കെ നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, മൃഗങ്ങൾ ചിലവര് നമ്മുടെ അടുത്തേക്ക് വരാനായിട്ട് ആൾക്കാരെ കാണുമ്പോൾ മാറിപ്പോകും, പേടിയായിരിക്കും ചിലർക്ക് മനുഷ്യരെ കാണുമ്പോൾ. ചില മൃഗങ്ങൾക്കൊക്കെ. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അവര് നമ്മളെ കാണുമ്പോൾ നമ്മുടെ അടുത്തോട്ട് വരുവാണ്. കാരണം നമ്മൾ പുല്ലൊക്കെ പറിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പൊ ഒരാള് വരുമ്പോ തന്നെ അടുത്ത ആള് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ അവരിങ്ങനെ വരുന്ന കാണുമ്പോൾ നമുക്കും ഒരു ഇൻട്രസ്റ്റ് ആണ് അവർക്ക് ഇങ്ങനെ പറിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ അവർക്ക് പുല്ലൊക്കെ പറിച്ച് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. കുട്ടികളായാലും അവരും ഇതേപോലെ തന്നെ കുറെ പുല്ലൊക്കെ പറിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്കും നല്ലൊരു സന്തോഷമാണല്ലേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ. അങ്ങനെ ഞാനും പുല്ലൊക്കെ പറിച്ചു കൊടുത്ത് അങ്ങനെ നമ്മൾ അവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടെ കൂടുതലായും പുള്ളിമാനാണുള്ളത്. കുറെ മാനുകളുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കിയാൽ കുറെ മാനുകൾ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. കുട്ടികളായിട്ടും വലുതായിട്ടും ചെറിയ മാനുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കൊമ്പുള്ള മാൻ, അല്ലാത്ത മാനൊക്കെ ഉണ്ട്, കുറെ ഉണ്ട് കേട്ടോ. അവർക്കവിടെ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഷെഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നമ്മൾ കുറെ നേരം അവിടെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നടന്നപ്പോഴേക്ക് എനിക്ക് വിശന്നു കേട്ടോ. അപ്പൊ എന്റെ കയ്യിലൊരു ഷവർമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ കഴിക്കാൻ കേട്ടോ. നല്ല ഷവർമ്മയായിരുന്നു, നല്ല സ്പൈസി ആയിട്ടുള്ള ഷവർമ്മയായിരുന്നു കേട്ടോ. അപ്പൊ നടന്ന് ക്ഷീണിച്ചപ്പോ ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്ന് അത് കഴിച്ചു. പിന്നെ അവിടെ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. ഇതിന്റെ സൈഡിലായിട്ട് തന്നെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ചായ ഒന്നും കുടിച്ചില്ല, കയ്യിൽ ഷവർമ്മ ഉണ്ടായതുകൊണ്ട് നമ്മ അവിടെ നിന്ന് പിന്നെ ചായയും കാര്യങ്ങളൊന്നും കുടിച്ചില്ല. പിന്നെ അങ്ങനെ നടന്ന് പോയപ്പോ പിന്നെ നമ്മൾ കണ്ടതാണ് കേട്ടോ ഈ ഡൈനോസറിന്റെ പ്രതിമ. വലിയൊരു ഡൈനോസറിന്റെ പ്രതിമ. ഇതിന്റെ താഴെ ഇരുന്ന് കുട്ടികളൊക്കെ ഫോട്ടോസൊക്കെ എടുക്കണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോ നമ്മുടെ കുഞ്ഞിനെയാണ് ഓർമ്മ വന്നത്. പിന്നെ മറ്റേ ജുറാസിക് പാർക്കൊക്കെ കണ്ടിട്ട് ഡൈനോസർ എന്നും പറഞ്ഞിട്ട് എപ്പോഴും ഉമ്പാന്ന് പറഞ്ഞിട്ട് നടക്കും കേട്ടോ. അപ്പൊ അവന് നല്ല ഇഷ്ടമാണ്. ഇടയ്ക്ക് ഫോണിൽ ഉമ്പേനെ വെച്ചാന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ അവന് നല്ല ഇഷ്ടമാണ്. അപ്പൊ ഇത്രയും വലിയ ഡൈനോസറിനെ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് കുഞ്ഞിനെയാണ് ഓർമ്മ വന്നത്. കുഞ്ഞിനെയും കൂടി കൊണ്ടുവരായിരുന്നു എന്നൊക്കെ തോന്നി എനിക്ക്. അവന് നല്ല ഇഷ്ടമാണ് ഡൈനോസറിനെയൊക്കെ. അങ്ങനെ നമ്മൾ അതിനെ കുറച്ചു നേരം അങ്ങനെ കണ്ട് നമ്മൾ ചുറ്റിക്കറങ്ങി ഇങ്ങനെ പാലസിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാലസിന്റെ ഫ്രണ്ടിലെത്താറായി. അപ്പൊ നമ്മളിത് ഈ ഒരു ഏരിയ നിങ്ങൾ കാണേണ്ടപ്പോ എന്തെങ്കിലും മനസ്സിലായായിരുന്നോ? നമ്മുടെ മണിച്ചിത്രത്താഴ് മൂവിൽ എനിക്ക് ആദ്യം വന്നപ്പോ പെട്ടെന്ന് ഓർമ്മ ഫസ്റ്റ് മനസ്സിലായ ഒരു സീൻ ഇതായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ മോഹൻലാലൊക്കെ യാത്ര പറഞ്ഞ ലാസ്റ്റ് പോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ. അപ്പൊ ശ്രീദേവി ഇങ്ങനെ വീടിന്റെ മുകളിൽ എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കില്ലേ അവരുടെ കാറ് പോകുന്നത്. അപ്പൊ ആ ഒരു ഏരിയ ഈ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ ശരിക്കും ഈ ഒരു ഏരിയ കൂടെ ഇങ്ങനെ കറങ്ങിയിട്ടാണ് ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ കാറ് അവർ പോകുന്നത്. അപ്പൊ ആ ഒരു ഏരിയ ആണ് ഇത്. കുറെ തൂണൊക്കെ ഉള്ള ആ ഒരു പാലസിന്റെ ആ ഒരു സൈഡ്, അത് ഈ ഒരു ഏരിയ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് നല്ല രസമാണല്ലേ. സിനിമയിൽ കാണുമ്പോൾ നമ്മളതൊരു ശരിക്കും ഒരു മാടമ്പിള്ളി ഒരു വീട്, ഇവിടെ കാണുമ്പോൾ അത് വേറൊരു രീതിയിൽ നല്ലൊരു ശരിക്കും ഈ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടൊന്നല്ല അതിനകത്ത് കാണുന്ന സ്ഥലം, അതിനകത്ത് വേറെ ഏതോ സ്ഥലങ്ങളൊക്കെ. ഈ മാടമ്പിള്ളിയൊക്കെ അതുപോലെ തന്നെ. പക്ഷെ ഈ ഒരു ഏരിയ ഒക്കെ കണ്ടോ, അതിനകത്ത് കാണിക്കുന്നേ ഇല്ലല്ലോ, വേറൊരു ഇതായിട്ടല്ലേ കാണിക്കുന്നത്. ഈ ഒരു ഏരിയ ഒക്കെ കാണിക്കുന്നുണ്ട്, എന്നാലും നമ്മൾ ആ സ്റ്റെപ്പ് കയറി വന്ന ആ ഒരു ഏരിയ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങള് ഇവിടെ വരെ വന്നതല്ലേ. അപ്പം ഇതിന്റെ ഫുൾ ഒരു ഏരിയ കിട്ടുന്ന രീതിയിൽ, ഈ ഒരു പാലസ് ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിൽ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഒരു സ്ഥലം നോക്കി നടക്കുന്ന ഒരു ഇതിലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറെ സ്ഥലങ്ങളൊക്കെ നോക്കി ഒരു സ്ഥലത്ത് സെറ്റായി ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ.
അത് കഴിഞ്ഞിട്ട് നമ്മള് ചെരുപ്പ് അന്വേഷിച്ച് പോകുന്നതാണ് കേട്ടോ. ചെരുപ്പ് നമ്മള് ചെരുപ്പിടാണ്ടാണ് ഇത് ഫുള്ളും കറങ്ങിയത്. ഇത് ഉള്ളിൽ കയറിയ സമയത്ത് ചെരുപ്പ് ഊരിയിട്ടതാ. അപ്പോ പിന്നെ നമ്മള് ചെരുപ്പ് ഇട്ടില്ലായിരുന്നു. പിന്നെ കറങ്ങി തിരിഞ്ഞ് ഫ്രണ്ടില് ചെരുപ്പിടാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഈ പ്രതിമയുടെ അവിടെ നമ്മൾ പിന്നെയും കറങ്ങി തിരിഞ്ഞ് നമ്മ അതിന്റെ ഫ്രണ്ടിൽ എത്തിട്ടോ. അപ്പൊ ഈ പ്രതിമ രണ്ട് സൈഡിലുണ്ട്. അപ്പൊ ഏത് സൈഡിലാണ് നമ്മുടെ ഇന്നസെന്റ് കൊട തൂക്കിയിട്ടേന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് ചെരുപ്പൊക്കെ എടുത്ത് നമ്മൾ താഴത്തോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴുള്ള വ്യൂ ആണത്. നമ്മ പോലെയല്ല, താഴത്തേക്ക് ഇറങ്ങി ചെറുതായിട്ട് കാല് വേദനിച്ചു തുടങ്ങി. അങ്ങനെ നമ്മൾ പിന്നെയും കുളത്തിന്റെ അടുത്ത് എത്തിയിട്ട് നമ്മൾ കയറി പോകുന്ന സമയത്ത് ഒരു കുളം കണ്ടില്ലായിരുന്നു. ആ കുളത്തിന്റെ അവിടെ പിന്നെ എത്തി. നമ്മളിപ്പോ നമ്മൾ നോക്കുമായിരുന്നു, നമ്മൾ അതിന്റെ ഉള്ളില് നല്ല സുധീഷ് മോഹൻലാലും കുളിക്കുന്ന കുളക്കടവില്ലേ, ആ കുളമാണ് ഈ കുളം എന്നുള്ള കൺഫ്യൂഷനിൽ ഞങ്ങൾ കുറെ നേരം നോക്കിയിരിക്കായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാല് ആ കുളം അല്ല ഈ കുളം തോന്നുന്നു. കാരണം ഈ കുളം നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ഏറ്റവും താഴത്ത് വരുമ്പോൾ ഒരു കുളമാണ്. ആ മറ്റേ കുളം എന്ന് പറയുന്നത് എന്താ പറയാ, ആ കുളമല്ല ശരിക്കും. ആ കുളം വേറൊരു കുളമാണ്. അതങ്ങോട്ട് കയറി പോയിട്ടുള്ള കുളമാണല്ലോ. അങ്ങനെ അപ്പൊ നമ്മള് കുളത്തിന്റെ അവിടെ കുറെ നേരം നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇവിടെ പിന്നെയുള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ പാർക്കിങ്ങിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് എന്താ പാർക്ക് ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഉണ്ട് ഇവിടെ. നമ്മൾ 50 രൂപ കൊടുത്തതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. അവിടെ തന്നെ മ്യൂസിയത്തിന്റെ അകത്ത് തന്നെ കുറെ കാണാനുണ്ട്. പോരാത്തതിന് നമുക്ക് വേറെയും കുറെ കാണാനുണ്ട്. പിന്നെ കൂടാതെ ഇവിടെ പാർക്കും ഉണ്ട്. അപ്പൊ നമ്മള് കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവരൊക്കെ ആണെങ്കിൽ കുറെ നേരം പാർക്കിൽ സ്പെൻഡ് ചെയ്യാം കേട്ടോ. നമ്മളങ്ങനെ പാർക്കിലൊന്നും അധികം നേരം സ്പെൻഡ് ചെയ്തില്ല. നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പൊ നമുക്കത് നല്ല വിശപ്പായി. അപ്പൊ നമ്മള് ഉച്ചക്കൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് കയറി. ചേട്ടായിക്കാണെങ്കിൽ ഇപ്പൊ മന്തിയാണ് ഇഷ്ടം കൂടുതലായിട്ട്. ചേട്ടായി മന്തി പറഞ്ഞു. എനിക്ക് മന്തിയുടെ ചിക്കൻ അത്ര ഇഷ്ടമല്ല. നോർമൽ മന്തിയുടെ അൽഫാം മന്തിയൊക്കെ ആണെങ്കിലേ കഴിക്കുള്ളൂ. ഞാനപ്പൊ അങ്ങനെ റൈസ് കഴിച്ചു. അങ്ങനെ ഞങ്ങള് മന്തിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇതൊരു നമ്മുടെ റെസ്റ്റോറന്റിന്റെ മുകളിലുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മളങ്ങനെ റെസ്റ്റോറന്റിന്റെ മുകളിലിരുന്ന് റോട്ടിൽ കൂടെ വാഹനങ്ങളൊക്കെ പോകുന്നതൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് മന്തിയൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പൊ എന്നിട്ട് നമ്മള് മന്തിയൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ. കുറച്ച് ലെങ്ത് ആയി പോയെന്ന് തോന്നുന്നു. എന്നാലും നമ്മുടെ വീഡിയോ എല്ലാരും കാണണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.